ഇങ്ങനെ കൊല്ല ചെയ്ത് ഇയാൾ എന്ത് തെറ്റാ ചെയ്തത്? നീ അയച്ചോട്, ഇല്ല ഞാൻ പോലീസിനെ വിളിക്കും. ആശാനെ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉണ്ട്. അവരുടെ പണി ഒരു ഗുണ്ട ചെയ്യണ്ട. എടേ, ഇവൻ ആരാ നിനക്കറിയോ? സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയവനാ. ഇവന്റെ 3 പെൺകുട്ടികൾ പിച്ച തണ്ടിക്കൊണ്ടുവരുന്ന കാശുകൊണ്ടാ ഇവൻ സുഖിച്ചു കഴിയുന്നത്. കള്ളും കഞ്ചാവും വലിച്ചു കെട്ടി വീട്ടിൽ ചെന്ന് കേറിയ പിന്നെ സ്വന്തം മക്കളേതാ പെറ്റ തള്ളേതാ തിരിച്ചറിയാത്ത നാളെ ഇവനെ ഞാൻ വെറുതെ വിടോടി. വല്ലാത്തൊരു ജന്മം തന്നെ. അടി ഇടി കുടി അയ്യോ, അത് മാത്രമില്ല ദൈവമേ, അല്ലേ കാണായിരുന്നു. എന്താ വെള്ളം മാത്രമേ ഉള്ളൂ? അല്ലടാ, രാവിലെ വെള്ളത്തിന്റെ കൂടെ കുറെ കള്ളുകൂടി തരാം. എന്നാ ചായ കുടി. എന്റെ തീപ്പെട്ടി കാണാനില്ലല്ലോ. നീ പോയി ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ. എന്റെ വരി അല്പം കൂടുന്നുണ്ട് കേട്ടാ. മെനക്കെടുത്താനായിട്ട് രാവിലെ ഓരോന്നോരോ കൽപ്പിച്ചങ്ങ് പൊക്കോളും. ബാക്കിയുള്ള അവനൊക്കെ വലിയ ആൾക്കാരാ, അവരോട് ഉണക്കാൻ നിൽക്കണ്ട. നിന്നൊക്കെ എന്തെങ്കിലും എന്റെ കൈ കിട്ടണം. കിട്ടിയിട്ട് എന്തിനാണ്? ഭഗവതി പുരത്തെ വിശ്വരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേടാ, ഭഗവതി പുരത്തെ വിശ്വനാഥ് അവൻ എന്തും ചെയ്യും. തല്ലും കൊല്ലും കൊല്ലാക്കൊല ചെയ്യും. അവനോട് ആരും ഒന്നും ചോദിക്കില്ല, ചോദിക്കാൻ ധൈര്യപ്പെടില്ല. ഭഗവതി വെറുത്ത വിശ്വനായാലും ശരി, ഏഴവനായാലും ശരി, നിന്നെ വേദനിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കൊടുത്തിരിക്കും പുലി. വഴി മാറി കൊടുക്കാം. ഇത് സിൽവർ തന്നെ, ഇത് ഗോൾഡ് തന്നെ, ഇത് പ്ലാറ്റിനം, ഇത് ഡയമണ്ട്. ഒന്നിനൊന്നി എനിക്കൊരു കാര്യം പറയാനുണ്ട്. വജ്രം ഇന്നത്തെ കളി മോശമില്ല, നവരത്നം തന്നെ. അരി വറക്കാൻ അറിയോ? അരി വറക്കാൻ അറിയാവോ? പറയാ, അഥവാ വറക്കാൻ അറിയാമെങ്കിൽ പച്ചരി വറുത്തു, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മോഹവില കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭഗവതിപുരം മട്ടേരിയെ എന്റെ നെഞ്ചത്തിന് അടുപ്പൂട്ടി വറക്കണോട് ഇട്ടൂപ്പേ. അല്ല പിന്നെ ഇന്നത്തോടു കൂടി തന്റെ വായിലോട്ടം ചോര ഊറ്റി കുടിക്കുന്ന നിർത്തിയില്ലെങ്കിലേ നിന്റെ കണ്ണെ കുത്തി കുടിക്കണ്ട കോപ്പൻ ഇട്ടൂപ്പേ. കിന്നരിച്ച് നിന്ന് സമയം കളയാതെ വേഗം വരണം കേട്ടോ. വാ. ഇതുപോലെ ഉണ്ട് ഞരമ്പ് രോഗികള്. വെറുതെ. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഷാരൂഖ് എന്ത് തീരുമാനിച്ചു? എന്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് പോകണം? എന്ത് പറഞ്ഞാലും ഒരു തമാശ. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എന്റെ വീട്ടുകാരറിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? കൊന്നാളെയും. നമ്മുടെ കല്യാണത്തിന് ഒരിക്കലും എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ അനു ഉടനെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ഒരു വീട്ടുകാർ എനിക്ക് ഒരു കല്യാണം ആലോചിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ഭഗവതിക്കാവ് ഉത്സവം കഴിഞ്ഞാൽ മിക്കവാറും അവരെ തുറപ്പിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് ഷാരൂഖ് തീരുമാനിക്കേണ്ടത്. അല്ല, ഇവരെന്താ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു? ഓ അയ്യോ, നീയായിരുന്നു.
എന്താ ഇത്ര ലാലോചന? കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറഞ്ഞ മട്ടാന ചന്തു. എന്താ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ അവളെ കല്യാണം കഴിക്കണമെന്ന് അവൾ എന്നോട് പറയുന്നു. ആ സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷെ പിന്നീടുള്ള നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. എന്താ? അല്ല, കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ ശവടക്കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. എടാ, നിങ്ങളുടെ കല്യാണത്തിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. എങ്കിൽ രജിസ്റ്റർമാരെ കഴിച്ചാലോ രഹസ്യമായിട്ട്? നടക്കില്ല മോനെ. ഭഗവതിപുരത്തെ പെൺകുട്ടി അവള്. വിശ്വനും കൂട്ടരെ അടങ്ങിയിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? കഴുത്തിന് മേലെ തല വേണോ വേണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്ക്. അങ്ങനെ പേടിച്ച് പിന്മാറുന്നവനല്ല ഈ ഷാരൂഖ് ഖാൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ ഗതികേട് ലോകത്ത് മറ്റാർക്കും സംഭവിക്കരുത്. സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരിക വല്ലാത്തൊരു ദുർഗതിയാ. ബിരിയാണിയും പഴവും മുട്ടയും. ഒരു വഴിക്ക് പോകുമ്പോ വിശന്നിട്ട് പോകണ്ടല്ലോ. ഇനി തുടങ്ങാം. ആരെങ്കിലും ഒരാളും കൂടെ കഴിക്കാനുണ്ടായിരുന്നു എന്ത് രസമായനെ. ചാകാൻ നേരത്ത് ഒരു തെണ്ടിയും കൂട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞത് ശരിയല്ല. ഇതിനകത്തൊന്നും ഇല്ലേ? ആ, ഇതിലോ? ആ, ചതിച്ചു. ആ ഹോട്ടലുകാരൻ സതീശൻ എന്നെ ചതിച്ചു. അല്ല, അവൻ പണ്ടേ ഉടായ്പാണെന്ന് എനിക്കറിയാം. അല്ല പിന്നെ 4 ചിക്കൻ ഫ്രൈയുടെ കാശ് മേടിച്ചവൻ 2 ചിക്കൻ ഫ്രൈ വെക്കൂ. എടാ സതീശ, ഞാനൊന്ന് മരിച്ചോട്ടടാ. നിനക്കിട്ട് ഞാൻ പണി തരുവടാ. വിശ്വന്റെ വീട് ഞാൻ കണ്ടെത്തിയടാ. നീ ആ വിഷയം വിട്. പാതിരാത്രിക്ക് എന്താ ഈ വണ്ടി ഇവിടെ? അകത്ത് വെട്ടമുണ്ടല്ലോ. വാശാനെ നമുക്ക് നോക്കാം. എന്താടാ? അയ്യോ, എന്തിനാടാ ഈ കുരുക്ക്? എടാ ചന്തു, ഞാൻ ചാകാൻ പോടാ. ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ? അനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. ആശാനെ, ഭഗവതിയുടെ പെങ്കൊച്ചനെയാണ് ഇവൻ പ്രേമിക്കുന്നത്. അതെ, വിശ്വന്റെ നാടാ. അവിടെ ഒരു പെണ്ണ് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വിശ്വനും കൂട്ടനും സമ്മതിക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അവരെ കൊത്തി അറിയും. ആ ആശാനെ, ഇവൻ എന്റെ സ്വന്തം കൂട്ടുകാരനാ. പേര് ഷാരൂഖ്. എടാ, നിനക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഈ പുലി നിന്നെ സഹായിക്കും. എടാ, ഇവൻ ഇനി നിന്റെ കൂടെ കൂട്ടുകാരനാ. അതെ, ഭഗവതിപുരത്തെ വിശ്വനോട് എനിക്കും ചോദിക്കാനുള്ളൊരു കണക്ക്. ഇതിന്റെ എന്താ വേണ്ടേ? പക്ഷെ പുലി എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ വേഷത്തിൽ പറ്റിയല്ല. വേഷമൊക്കെ ഒന്ന് മാറി ഒരടിപൊളി വേഷമായിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലേ? എന്താ? ഡബിൾ ഓക്കെ. ആ ഭഗവതരം പൗരം 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 വടക്കേര കീഴ് ഭഗവതരം പൗരം പൗരം വടക്കേര കീഴ് പൗരം പൗരം പൗരം. ആ പൗരം കേറ് കേറ് കേറ്. ആ കര 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 കര. എന്താ നിങ്ങളെന്നെ കയറാത്തെ? ഞങ്ങൾ വരുന്നില്ല. എന്താ? എങ്ങനെ വിശ്വസിച്ച് കേറും? വണ്ടിയുടെ പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. ഒന്നാമതൊരു ഒരു ഗുണ്ടേ. ഷാരൂഖേ, ഈ ഗുണ്ട എന്തിനാ വണ്ടി കയറ്റി നിർത്തിയിരിക്കുന്നത്? ഇവൻ ഗുണ്ടൊന്നുമല്ല. പിന്നെ ആരാ? കലക്ടറാണോ? പിന്നെ മാർക്കറ്റിൽ വെട്ടും കുത്തുമായി നടക്കുന്നവനെ ഗുണ്ടെന്നല്ലത് വേറെന്താ വിളിക്കുക? കവിതയ്ക്ക് ആള് തെറ്റിയതാ. ഇവൻ തങ്കം പോലുള്ളൊരു ചെറുപ്പക്കാരനാ. വേണ്ട, ഒന്നും പറയണ്ട. ഒന്നാമതൊരു ഒരു ക്രിമിനൽ ഇവൻ. അങ്ങനെ പറയല്ലേ കവിതേ. പാവ ഇവൻ. പിന്നെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഇവന് വേണ്ടിയിട്ടല്ല. പിന്നെ തെറ്റ് കണ്ട ഇവൻ പ്രതികരിക്കും. ചിലപ്പോ അടിച്ചു ഇരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ ഭഗവതിപുരത്തുള്ള ആൾക്കാരെക്കാളും എന്തുകൊണ്ടും നല്ലവനാ. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്നവനുമാ. ഓ, നിങ്ങൾ വന്ന് കേറ്. നീ കേറ്. ആ പോറായി വണ്ടി വിടറാ.
കേട്ടില്ലെന്ന് എന്നോട് വേണ്ട. എനിക്കറിയാം തന്റെ ഉള്ളിലിരിപ്പ്. പക്ഷെ അതിന് ഈ കവിത കിട്ടില്ല. പോയേ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും. ഇരിക്കാൻ. കിടക്കാൻ. എന്നിട്ട് അവൻ എന്റെ അടുത്തിരുന്നു. ബെഡിലോ? നിങ്ങൾ എന്താ കാണിക്കാൻ പോണെ? എന്നിട്ട് എന്തുണ്ടായി? പറയടേ. സ്വപ്നായിരുന്നു. അവൻ വന്നു എന്നുള്ളത് സത്യ, പക്ഷെ ബാക്കിയെല്ലാം സ്വപ്നമായിരുന്നു. എങ്കിൽ പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് സ്വപ്നം കണ്ടുകൂടായിരുന്നോടി. വെറുതെ ആശിപ്പിച്ചു. നീ ഇവന് സ്വപ്നത്തിലല്ലേ കണ്ടത്? ഞാൻ എൻ്റെ ആളെ നേരിട്ട് കാണാൻ പോവാ. ഹായ് അനു. ഓ, നിന്റെ ആള് വന്നപ്പോ എന്നെ വേണ്ടതായില്ലേ? ചെല് ചെല്. എന്തായിരുന്നു അവിടെ സംസാരം? എന്താ ഗുണ്ടയുടെ ഒരു ഗമ. എന്നെ കാണാൻ വേണ്ടിട്ടല്ലേ ഇയാൾ ഇന്നലെ വന്നത്? ഓടി. ഏ മിസ്റ്റർ, ഇത് എന്നതാടാ? ഞാൻ എങ്ങോട്ടാ പോണ്ടത്? നീ നിന്റെ കൂട്ടുകാരിക്ക് ബോഡി ഗാർഡായിട്ട് വന്നതല്ലേ? ആ ഡ്യൂട്ടി കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇയാളൊരു ഗുണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും ഒരു പെൺകുട്ടിയോട് കുറച്ചൊക്കെ മര്യാദയിൽ സംസാരിച്ചൂടെ? ഈ ഗുണ്ടായിസൊക്കെ നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ബോഡി അവിടുന്ന് ഒന്ന് താഴ്ന്നു തന്നോന്ന് വെച്ച് തലേ കയറി നിരങ്ങല്ലേ? പുലി ഷാറുഖിനെ കൊണ്ടുപോകുന്നില്ലേ? ജീവനി കൊതിയുണ്ടെങ്കിൽ അവനങ്ങ് വന്നോളും. ഇല്ലെങ്കിൽ അവന്റെ ഡെഡ് ബോഡി പാഴ്സൽ അയച്ചാൽ മതി. നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ.